മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം കിട്ടേണ്ടതുണ്ട്. അതേ മന്ത്രി വേണമെന്ന് അദ്ദേഹത്തിന് പറയാൻ ആരില്ലാത്ത ടേം വ്യവസ്ഥയിലായാലും ആകട്ടെ. പക്ഷെ അത് കിട്ടാൻ വഴിയുണ്ടോ സംശയമുണ്ട്. അല്ല, ടേം വ്യവസ്ഥയിൽ എന്ന് പറയുന്നു അനൂപ് ജേക്കബും മാണി സി കാപ്പനും അതായാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ ആരാകും ആദ്യം എന്നുള്ളതാണ് അറിയില്ല. ഒറ്റ MLA മാരുള്ള ഓക്കെ. കക്ഷികളായി അപ്പൊ നമുക്കൊരു അസിതയ്ക്ക് കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കാനുള്ള അവസ്ഥയുണ്ടോ? എനിക്ക് ഒറ്റ വരി പറയൂ. അതായത് അത് മുൻപ് ഗോപിച്ചേട്ടൻ പറഞ്ഞൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഗോപിച്ചേട്ടൻ അഭിമുഖത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ അല്ല അതിന്റെ തുടർച്ച ആ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ അഭിപ്രായം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആരും വിമർശനത്തിന് അതീതനല്ലോ. അതിപ്പോൾ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എനിക്ക് ഇതിൽ പറയാനുള്ളത് വി ഡി സതീശൻ എന്ന നേതാവിനെ നിലപാടിന്റെ രാജകുമാരൻ എന്ന് ഈ അടുത്ത കാലത്തായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അടക്കം കൊട്ടിഘോഷിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഷയം മാത്രം എടുക്കാം. ഞാൻ ഒരു ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം അദ്ദേഹം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒറ്റ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഗോപിച്ചേട്ടന്റെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞു. മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് അത് കൊടുക്കണമായിരുന്നു, അവർക്ക് അതിന് അർഹതയുണ്ട്. അത് 2 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് വർദ്ധിപ്പിച്ചതും ആ സമയത്ത് കോൺഗ്രസിന്റെ സീറ്റ് കുറഞ്ഞതും അപ്പോൾ കൺസിസ്റ്റന്റായി പെർഫോമൻസ് കാഴ്ചവെച്ച മുസ്ലിം ലീഗിന് അത് കൊടുക്കണമായിരുന്നു. എനിക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായും അത് കൊടുക്കുമായിരുന്നു. മുസ്ലിം ലീഗിന് അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ്. അതേ നേതാവ് അതേ അഭിമുഖത്തിലല്ല മറ്റൊരു അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു പൊതുവേദിയിലാണ്, ഒരു പ്രസംഗത്തിലാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ സീറ്റ് ചോദിക്കുന്ന കാര്യത്തെ ഒരു വർഗീയ ചുവയോടുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ 2 നിലപാട്. കാലത്തിന്റെ പ്രശ്നം ഏതാണെന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ നിലപാട് പറയുമ്പോൾ അത് എത്ര ഗ്യാപ്പിലാണെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിലപാടിന്റെ രാജ്യം ഓക്കെ അത് അങ്ങനെ വിശേഷിപ്പിച്ചോട്ടെ. പക്ഷെ പലപ്പോഴും ഈ നിലപാടിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അത് ഞാൻ ഈ ഒറ്റ വിഷയം മാത്രം ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട മാത്രം വിഷയം മുൻനിർത്തി പറയുകയാണ്. ആ വിഷയത്തിൽ വി ഡി സതീശൻ എന്ന നേതാവ് പറഞ്ഞിട്ടുള്ള 2 അഭിപ്രായം യഥാർത്ഥത്തിൽ ഇതിനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ചൊല്ല് അഭിപ്രായ ഇരുമ്പൊലൊക്കെ അല്ലെന്ന് മാറ്റേണ്ടി വരും ചിലപ്പോ. അല്ല, നിലപാടുകളും എനിക്കൊന്ന് ഈ 22 സീറ്റിൽ അവർ ജയിച്ചു വന്നു. അപ്പൊ കോൺഗ്രസ്സുകാർ 63 സീറ്റിൽ ജയിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു കീ പ്ലെയർ ആയിരുന്നു ലീഗ് എന്ന് പറയുന്നത്. കാരണം അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഈ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ കാരണക്കാർ ഒരുപക്ഷെ ലീഗ് തന്നെയാണ്. തവനൂരിൽ VS ജോയി അടക്കം ഈ പറയുന്ന കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും ജയിപ്പിച്ചെടുക്കുന്ന ലീഗിൽ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഈ വേഗം കാശ്മീർ നമുക്ക് ഇടവേളയുടെ നമ്മൾ പറയുന്നുണ്ട് സൂത്രശാലി എന്ന് പറഞ്ഞ ഇരട്ടത്താ. പക്ഷേ SK ജനം വീഡിയോ കണ്ടത് നിലപാടുകളിൽ സുതാര്യതയുള്ള നേതാവ് ആണ്. ആ നേതാവിനെ ആ ജനം തീർത്തു പിടിച്ചു. അവിടെയല്ലേ അന്തിമ തീർപ്പ് നമ്മൾ പറയുന്നത്. നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്ന് എങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ സൂത്രശാലി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ക്ലവർനെസ് എന്ന അർത്ഥത്തിലാണ്. അതിനൊരു സെൻസ് ഉണ്ടല്ലോ. വേറെ വാക്ക് കിട്ടാതെ സൂത്രശാലി എന്ന് സൂത്രശാലിത്വം മോശമല്ലല്ലോ. നമുക്ക് വിമർശിക്കാം, നമുക്ക് എത്ര വിമർശിക്കാം. പക്ഷെ ആത്യന്തികമായി തീരുമാനിക്കുന്ന ജനമാണ്. ആ ജനം പക്ഷെ മാൻഡേറ്റ് കൊടുത്ത് വീടിക്കാൻ അതോട് പറയണമെന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആഷ്മി സൂത്രങ്ങൾ അറിയാവുന്ന വിവേകശാലി ആരോ അവൻ സൂത്രശാലി ബഹുബ്രീഹി സമാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.